hero, the lucky mascot of Curry and Spices RanjusOwn. Keep watching. Lucknowi ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. അത് ഞാനിപ്പം ഇൻഗ്രീഡിയൻസ് തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മളുടെ സ്റ്റോക്കിനുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. മട്ടൺ 1 കിലോ, അത് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തതാണ്. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പിന്നെ പെരിഞ്ജീരകം 2 ടേബിൾ സ്പൂൺ, പെപ്പർകോൺ 1 ടീസ്പൂൺ, മെയ്സ് 1, പിന്നെ പച്ച ഏലക്ക, നമ്മുടെ നോർമൽ ഏലക്ക 5-6 എണ്ണം. ഇത് ബ്ലാക്ക് ഏലക്കയാണ്, കറുത്തിട്ടുള്ള ഏലക്ക. ഇതേപോലെ ഷോപ്പിലൊക്കെ കിട്ടും, വലിയ സൈസായിരിക്കും. ബ്ലാക്ക് കാർഡമം എന്നും പറഞ്ഞ് കിട്ടും. നമ്മുടെ ബിരിയാണിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നതാണ്. അത് 1. പിന്നെ ജാതിക്ക, നട്ട്മെഗ്, അത് 1 പിഞ്ച്, പിന്നെ കരയാമ്പൂ 4-5 എണ്ണം. അപ്പോൾ ഇത്രയാണ് സ്റ്റോക്കിന് വേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ റൈസിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഞാനിവിടെ ലോങ് ഗ്രീൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 600 ഗ്രാംസോളം എടുത്തിട്ടുണ്ട്. 3 കപ്പ്. അപ്പോൾ 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 200 ഗ്രാംസിൻ്റെ മെഷർമെൻ്റ് ഉള്ള കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഞാനൊരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടതാണ്. ഏത് ബിരിയാണി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും ആ റൈസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും കൂടി ഇരിക്കും നമ്മളുടെ ബിരിയാണിയുടെ ടേസ്റ്റ്. പിന്നെ സ്പൈസസ് വേണ്ടത് ഒരു ബേ ലീഫ്, പിന്നെ ഒരു 4 ഏലക്ക, ഒരു കറുത്ത ഏലക്ക, ബ്ലാക്ക് കാർഡമം, പിന്നെ ക്ലോ ഒരു 5-6 എണ്ണം, 1 ഇഞ്ച് നീളത്തിലുള്ള സിനമൺ സ്റ്റിക്ക്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 1 ടേബിൾ സ്പൂൺ. ഇനി ഈ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ പാലിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3 സെക്ഷനായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലെ 3ാമത്തെ സെക്ഷനിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. റോസ് വാട്ടർ 1 ടീസ്പൂൺ, പിന്നെ കേവ്ഡ വാട്ടർ 1 ടീസ്പൂൺ, പിന്നെ 1 പിഞ്ച് സാഫ്രൺ ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചതാണ്, പഞ്ചസാര 1/2 ടീസ്പൂൺ, പിന്നെ നട്ട്മെഗ് പൗഡർ 1/4 ടീസ്പൂൺ, അതേപോലെ മെയ്സിൻ്റെ പൗഡർ 1/4 ടീസ്പൂൺ. ഇതാണ് മെയ്സ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വേഗം പൊടിച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പെരിഞ്ജീരകപ്പൊടി 1 ടേബിൾ സ്പൂൺ, നമ്മുടെ നോർമൽ ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഫ്രൈഡ് ഒണിയൻ. ഇത് ഞാൻ തലശ്ശേരി ബിരിയാണിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. തലശ്ശേരിയിൽ പറയുന്നത് നമ്മൾ ബിസ്ത എന്നാണ് ഇതിനെ പറയുക. സവോള തിന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പം ഇത് ഞാനൊരു 3 മീഡിയം സൈസ് സവോളയാണ് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ പാല് 600 ml, അത് 3 കപ്പ് പാല് വേണം. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ ലക്നൗവി മട്ടൺ ബിരിയാണിക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മട്ടൻ്റെ സ്റ്റോക്ക് ഒന്ന് ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് ഒരു പ്രഷർ കുക്കർ എടുക്കുക. അതിലേക്ക് 1 കിലോ മട്ടൺ, കാശ്മീരി ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് എല്ലാം കൂടെ ഇടുക. ഇതിപ്പം നിങ്ങൾക്ക് പിന്നെ സ്പൈസസ് ആയിട്ട് ഇടണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ടിടാം. ഇനിയും ഇപ്പം നമ്മൾ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. 1:1/2 അങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഉപ്പ് നോക്കുക, കാരണം നമ്മൾ റൈസിലും ഇനി ഉപ്പിടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അധികം ആവരുത്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തു. ഇനിയും 1 വിസിൽ കേൾക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. 1 വിസിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം വേവിക്കുക. ഇത് വേവുന്ന സമയത്ത് നമുക്ക് റൈസ് ഒന്നും ഉണ്ടാക്കാം. അപ്പോൾ ഇനിയും റൈസിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിൻ്റെ കൂടെ മുമ്പേ ഞാൻ കാണിച്ച സ്പൈസസ് എല്ലാം കൂടി ഇടുക. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനിയും ഇതിലേക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കുക. വെള്ളത്തിനൊരു പ്രത്യേക മെഷർമെൻറ്റ് ഇല്ല. നമ്മളിത് 80% അരി വെന്ത് കഴിയുമ്പം അത് സ്ട്രെയിൻ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക. കാരണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അധികം അരി വെന്ത് പോവരുത്, അത് നോക്കിക്കൊണ്ടിരിക്കണം. ഒരു 80% ഒക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം. ഒരു 80%ഓളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാം. നിങ്ങളിത് ചൂടുവെള്ളത്തിലല്ലേ കിടക്കണത്, അപ്പം അകത്ത് കിടന്ന് വേവും ചെയ്യും. ഇതേപോലൊരു സ്ട്രെയിനറിലേക്കാണ് ഇടുന്നത്. അങ്ങനെ മട്ടൺ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മട്ടണൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്.
ഇനിയും ഈ മട്ടൺ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റണം. എന്നിട്ട് ഈ സ്റ്റോക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. കാരണം ഇത് നമ്മളിപ്പം ഹോൾ സ്പൈസസ് ആയിട്ടല്ലേ ഞാനെല്ലാം ഇട്ടത്. അതല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഹോൾ സ്പൈസസ് എല്ലാം കൂടെ പൊടിച്ചിട്ടാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം അല്ലെങ്കിൽ ഈ സ്പൈസസ് എല്ലാം ഇതിനകത്ത് കിടന്നിട്ട് നമുക്ക് ബിരിയാണിയിൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പം മട്ടൺ കഷ്ണങ്ങളെല്ലാം ഒന്ന് മാറ്റി. റൈസ് എല്ലാം വേവിച്ച് വെച്ചു, മട്ടണും എല്ലാം വേവിച്ച് സ്റ്റോക്കൊക്കെ മാറ്റി, കഷ്ണം സെപ്പറേറ്റും സ്റ്റോക്ക് സെപ്പറേറ്റൊക്കെ ആക്കി. ഇനിയും ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ പാലൊന്ന് വേറൊരു പാത്രം തന്നെ നമ്മൾ ദം ചെയ്യാനോ ഉള്ള ഒരു പാത്രം എടുക്കുക. 3 കപ്പ് പാലൊഴിച്ചു. ഇതിലേക്ക് പൊടികളെല്ലാം കൂടെ, ജീരകം എല്ലാം പൊടി മുമ്പേ കാണിച്ചില്ലേ, അപ്പോൾ ആ പൊടികളെല്ലാം ഒന്ന് ഇടുക. പിന്നെ ഫ്രൈഡ് ഓണിയൻ പകുതി ക്വാണ്ടിറ്റി, ടോട്ടൽ ഉള്ളതിൽ പകുതി ക്വാണ്ടിറ്റി ഇട്ടാൽ മതി. ബാക്കി പകുതി പിന്നെ നമുക്ക് ദം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. പഞ്ചസാര. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പം വേണം നമുക്ക് ഇതിനകത്തേക്ക് മട്ടൺ ഇട്ട് കൊടുക്കാൻ. ഈ പാലിലുണ്ടാക്കുന്നതാണ് ഈ ബിരിയാണിയുടെ ആ സ്പെഷ്യൽ ടേസ്റ്റിനുള്ള ഒരു റീസൺ. ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനിയും ഇതിലേക്ക് നമ്മളുടെ മട്ടൺ പീസസും അതേപോലെ മുമ്പേ മാറ്റി വെച്ച ആ സ്റ്റോക്കില്ലേ മട്ടൻ്റെ, സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച ആ സ്റ്റോക്കും കൂടി ഒഴിക്കുക. നെയ്യ് നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ടോട്ടൽ 150 ml ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പകുതിയോളം നെയ്യ് ഇപ്പോൾ ചേർക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലൊന്നും വേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 10 മിനിറ്റായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കുറുക്കുകയായിരുന്നു. അപ്പോൾ കുറേയൊക്കെ കുറുകിയിട്ടുണ്ട്. ഇനിയൊരു 5 മിനിറ്റ്സ് കൂടെ വേണ്ടി വരും. ഇതിപ്പം എൻ്റെ ബേർണറിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ടാണ് ഒരു 15 മിനിറ്റ്സ് വേണ്ടി വരുന്നത്. ഇത് ഞാൻ വലിയ ബേർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ആദ്യം മട്ടൺ വേവിക്കുമ്പം ഫുള്ള് വേവുന്നുണ്ടാവില്ല. നമ്മൾ ആ പ്രഷർ കുക്കർ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വേവില്ല. കാരണം ഇതിനകത്ത് കിടന്ന, ഇപ്പം ഈ പാലിൽ കിടന്ന വേവും പിന്നെ നമ്മളിത് ലെയർ ആക്കിയിട്ട് അതിലും ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ വെക്കും. അപ്പോൾ അത് ഫുള്ള് വേവായിക്കോളും. നന്നായിട്ട് ഈ ഗ്രേവി ഒന്ന് കുറുകി ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. കുറച്ച് വേണം, കാരണം ഇനി നമ്മൾ ലെയർ ചെയ്യണ്ടേ, അപ്പോൾ കുറച്ചൊരു ഗ്രേവി വേണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനിയും ഇതിലേക്ക് നമ്മളുടെ റൈസ് 80% വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാ ബിരിയാണിയിലും പറയണ പോലെ ഈവണായിട്ട് എല്ലായിടത്തും ഒന്നിതേപോലെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു, എന്നിട്ടാണ് ഇത് മുഴുവനും ലെയർ ചെയ്യുന്നത്. റൈസ് എല്ലാം ഇട്ടു. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഫ്രൈഡ് ഓണിയൻസും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കേവ്ഡ വാട്ടർ. ഈ സമയത്ത് നിങ്ങൾക്ക് കളറ് ചേർക്കണമെങ്കിൽ ഇപ്പം കളറ് ചേർക്കാം. പിന്നെ ബാക്കിയുള്ള നെയ്യ് അത് മുഴുവനും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സിൽവർ ഫോയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്യാം. ഇപ്പം സിൽവർ ഫോയിലിന് പകരം നിങ്ങൾക്ക് മറ്റേ ഗോതമ്പ് മാവ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഇനി ഇതിൻ്റെ അടപ്പ് വെച്ച് നല്ല ടൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഞാനൊരു പഴയൊരു ചപ്പാത്തിക്കല്ല് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ആ ചപ്പാത്തിക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഈ ബിരിയാണി പാത്രം വെച്ച് ഒരു 15 to 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ആവണം. 15 to 20 മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ദമ്മൊക്കെ വെച്ച് ഞാൻ എല്ലാം ഓഫ് ചെയ്ത്, ബേണറൊക്കെ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തുറക്കാം. എന്താ മണം! ഇനി ഇത് പതുക്കെ, റൈസിന് ഒന്നും പറ്റാതെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പം ഇതേപോലെ ഇരിക്കും നമ്മളുടെ ലക്നൗവി മട്ടൺ ബിരിയാണി. ഇതിനകത്ത് ഞാൻ കളറ് ചേർക്കാത്തതുകൊണ്ട് യെല്ലോ കളറൊന്നുമില്ല, വൈറ്റ് കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ കളറ് ചേർക്കുകയാണെങ്കിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു യെല്ലോയിഷ് കളർ കൂടെ കിട്ടും. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊക്കെ വിളമ്പാം.